സംസ്ഥാനത്ത് ലഹരി ഉപയോഗം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. നീ ഇതൊന്ന് വലിക്ക്, ഒരു പുകയെടുത്താൽ മതി. കൂട്ടുകാർ അവനെ നിർബന്ധിച്ചു. പക്ഷെ അവൻ വഴങ്ങിയില്ല. ഒറ്റത്തവണ മതി, വെറുതെ ഒരു രസം പ്ലീസ്. പിന്നെയും അവർ നിർബന്ധിച്ചു. ഒടുവിൽ അവൻ ഒരു പുകയെടുത്തു. ഒരു രസമൊക്കെ തോന്നുന്നുണ്ട്, നീ ഒന്നുകൂടി തന്നേ. അങ്ങനെ ഒരു തവണയായി, രണ്ട് തവണയായി. ഒടുവിൽ അവന് അതില്ലാതെ പറ്റില്ലെന്നായി. വിഷാദത്തിലേക്ക് വീണു തുടങ്ങുന്നതിനിടയിലാണ് സുഹൃത്തിന്റെ പാർട്ടിക്ക് അവൻ എത്തുന്നത്. കൂട്ടുകാർക്കൊപ്പം മദ്യപിക്കുന്നതിനിടയിൽ അവർ സുഹൃത്തിനോട് കാര്യം പറഞ്ഞു. എനിക്ക് കുറച്ചു ദിവസമായി വല്ലാത്ത നിരാശ. നിങ്ങൾ തന്ന കഞ്ചാവ് ബീഡി വലിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു മാറ്റം. കൂട്ടുകാരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അത് മാറ്റാൻ എൻ്റെ കയ്യിൽ ഒരു ഉഗ്രൻ സാധനമുണ്ട്, കല്ല്. 100 രൂപയുടെ നോട്ടിന് മുകളിൽ വെച്ച് കല്ല് മൊബൈലിൻ്റെ വശം കൊണ്ട് പൊടിച്ചെടുത്ത് കൂട്ടുകാരൻ അവന് നേർക്ക് നീട്ടി. ഇത് മൂക്കിലേക്ക് വലിച്ചു കയറ്റു. അതൊരു തുടക്കമായിരുന്നു. MDMA എന്ന ആ വെളുത്ത പൊടി സമ്മാനിച്ച നിറമുള്ള ലോകം അവനെ ഉന്മാദിയാക്കി. 3 നേരവും ഇതില്ലാതെ പറ്റില്ലെന്നായി. ആദ്യമെല്ലാം കൂട്ടുകാർ എത്തിച്ചു കൊടുത്തു. പതിയെ അവനും കല്ലു കച്ചവട ശൃംഖലയുടെ കണ്ണിയായി. സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അമിതമായ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞുടയ്ക്കാനും അമ്മയെയും സഹോദരിയെയും ഉപദ്രവിക്കാനും തുടങ്ങി. ഭക്ഷണം വേണ്ട, എല്ലായ്പ്പോഴും മുറിയടച്ച് അകത്തിരിക്കുക. പെട്ടെന്നൊരു ദിവസം കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ അവൻ വീട്ടിൽ നിന്നിറങ്ങി ഓടി. വീട്ടുകാർ അവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. അവിടെ ഇരുന്ന് അവൻ ഈ കഥ പറഞ്ഞു. ഒരുപക്ഷെ ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹം ഇതിന് പിന്നിലുണ്ടാവണം. ഇനി മറ്റൊരാൾ പറയുന്നതൊന്ന് കേട്ടു നോക്കാം. 2012 ജൂലൈ മാസമാണ് പുതിയ കോഴ്സ് പഠിക്കാനായി താൻ ബാംഗ്ലൂർക്ക് പോയത്. പുതിയ നഗരം, പുതിയ കൂട്ടുകാർ. ഓരോ ദിവസവും മനോഹരമായി തന്നെ മുന്നോട്ട് പോയി. ഒരു ദിവസം വൈകുന്നേരം തൻ്റെ ക്ലാസ്സിലെ ഒരു ആൺ സുഹൃത്തും അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി പുറത്തു പോകാൻ വിളിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി വൈകുന്നേരമായപ്പോൾ ഒരു നിശാ ക്ലബിലെത്തി. സുഹൃത്ത് എനിക്കൊരു ഗ്ലാസ്സിൽ ജ്യൂസുമായി എത്തി. നിർബന്ധിച്ചു കുടിപ്പിച്ചു. വളരെ വൈകിയാണ് ഞാൻ അന്ന് ഉറങ്ങിയത്. തലയ്ക്കൊക്കെ ആകെ ഒരു പെരുപ്പ്. ശരീരത്തിന് എന്തൊക്കെയോ സംഭവിച്ചതുപോലൊരു തോന്നൽ. 2 ദിവസത്തേക്ക് ആകെ ഒരു വിഷാദം. വീണ്ടും അന്നു പോയ ഇടത്തേക്ക് പോകണമെന്ന് ഒരു തോന്നൽ. ഞാൻ സുഹൃത്തിനെ നിർബന്ധിച്ചു. ഞങ്ങൾ വീണ്ടും പലപ്പോഴായി അവിടെ പോയി. ജ്യൂസ് പതിവായി കുടിക്കാനും തുടങ്ങി. വലിയൊരു മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയിലെ ഒരാളായിരുന്നു സുഹൃത്ത്. താനും അതിൻ്റെ ഭാഗമായി. മയക്കുമരുന്ന് കച്ചവടം ചെയ്തു, അതിന് അഡിക്റ്റായി. കച്ചവടത്തിൻ്റെ ഭാഗമായി സുഹൃത്ത് പലർക്കും പരിചയപ്പെടുത്തി. ലഹരി ലഭിക്കാനായി പല പുരുഷന്മാരുടെ ഒപ്പവും പോയി. ഒടുവിൽ കഴിക്കാൻ ഭക്ഷണവും താമസിക്കാൻ ഒരിടവുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞു. അവിടുന്ന് പിന്നീട് പോയത് മനോരോഗ ആശുപത്രിയിലേക്ക്. 5 വർഷമാണ് ആ ഇരുട്ടിൽ താൻ കഴിഞ്ഞത്. ഇതായിരുന്നു ലഹരിയിൽ നിന്ന് മോചനം നേടിയ യുവതി പറഞ്ഞത്. ഇനി മറ്റൊരിടത്ത് നടന്നത് എന്താണെന്ന് നോക്കിയാൽ, +1 പഠിക്കുന്ന ഒരേ ഒരു മകൻ അർജുൻ ലഹരിക്ക് പിന്നാലെ പോകാൻ കഴിയുമെന്ന് ആ മാതാപിതാക്കൾ ഒരിക്കലും കരുതിയില്ല. ജീവിതത്തിൽ മുഴുവൻ സ്നേഹവും അവനു വേണ്ടി കരുതി വെച്ചതുകൊണ്ട് മാത്രമാണ് മറ്റൊരു കുഞ്ഞിനെ കൂടി വേണ്ടെന്ന് പോലും ആ ദമ്പതികൾ വിചാരിച്ചതും. മകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് സ്കൂളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും ചില സൂചനകളും തെളിവുകളും ഒക്കെ ലഭിച്ചെങ്കിലും അർജുൻ അങ്ങനെ ചെയ്യില്ലെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു അവർക്ക്. ഒരു ദിവസം അവൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പൊതിക്കുള്ളിൽ കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം അവരുടെ നെഞ്ച് ഉരുകിയൊലിച്ചു. പക്ഷേ ഒരു സുഹൃത്തിന് കൊടുക്കാൻ മറ്റൊരു സുഹൃത്ത് തന്നതാണെന്ന് മകൻ ആണയിട്ട് പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ അവർക്കായില്ല. നിരന്തരം അവനെക്കുറിച്ചുള്ള പരാതികൾ അവർക്ക് കേൾക്കേണ്ടി വന്നു. ഹോസ്റ്റലിലെ സഹപാഠിയെ പരിക്കേൽപ്പിച്ചതും, വാർഡനോട് വഴക്കിട്ടതും, ക്ലാസ്സിൽ കയറാതിരുന്നതും, പരസ്യമായി പുകവലിച്ചതും, സ്കൂളിൽ നിന്ന് പുറത്തായതും, പലരിൽ നിന്നും ലഹരിക്ക് ആവശ്യമായ പണം കൈനീട്ടി വാങ്ങിയതും, ലഹരി കിട്ടാതെ വരുമ്പോഴുള്ള ഒച്ചപ്പാടും ബഹളവും, അങ്ങനെ പലതും. പലയിടങ്ങളിലും മകനെയും കൊണ്ട് ചികിത്സയ്ക്കായി ആ മാതാപിതാക്കൾ അലഞ്ഞു. പണത്തിനു വേണ്ടി പല റീഹാബ് സെന്ററുകാരും ചതിച്ചു. ജീവിതത്തിലും മരണത്തിനുമിടയിൽ നിന്നുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച നാളുകൾക്കൊടുവിലാണ് പയ്യന്നൂരിലെ അരവഞ്ചാൽ മാക്സ് മൈൻസ് എന്ന റിഹാബ് സെന്ററിൽ എത്തുന്നതും അർജുൻ മോചനം സാധ്യമാക്കുന്നതും. അവൻ പഴയ ജീവിതത്തിലെത്താൻ എടുത്ത 6 വർഷക്കാലം ആ മാതാപിതാക്കൾ ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടിയിരുന്ന മുഴുവൻ യാതനയും സഹിച്ചുവെന്ന് അർജുനെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നു. കഥകൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. കേരളത്തിൽ രാസലഹരി കേസുകൾ കുത്തനെ കൂടുകയാണ്.
മുൻകാലങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിലും പിടികൂടിയിട്ടുള്ള മയക്കുമരുന്നിന്റെ അളവിലും വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. MDMA, മെത്താഫെറ്റമൈൻ, LSD, കൊക്കെയിൻ മുതലായ ലഹരികളുടെ കേസിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വില കൂടിയ ലഹരി വസ്തുവാണെങ്കിലും MDMAയുടെ ഉപയോഗം കേരളത്തിലും വർദ്ധിച്ചു വരികയാണ്. കഞ്ചാവിൽ നിന്ന് സിന്തറ്റിക് മരുന്നുകളിലേക്കുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മയക്കുമരുന്ന് വിൽപ്പനയുടെ ഹോട്ട്സ്പോട്ടുകളായി മാറുന്നു. മിഠായികളുടെയും ഐസ്ക്രീമുകളുടെയും രൂപത്തിൽ മയക്കുമരുന്ന് കുട്ടികളിലേക്ക് എത്തുന്നു. പ്രധാനമായും ചെറുപ്പക്കാരാണ് ഇതിന്റെ പ്രാഥമിക ഉപയോക്താക്കൾ. ഡോക്ടർമാർ മുതൽ സ്കൂൾ കുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 1 ലക്ഷത്തോളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം 2024 കേരളത്തിൽ ആകെ 24,517 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2021 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളിൽ 330% വർധനവ് ഉണ്ടായിട്ടുണ്ട്. പരമ്പരാഗത കഞ്ചാവ് സംയുക്തങ്ങളും കുത്തിവയ്പ്പുകളും ഇപ്പോഴും ഉപയോഗത്തിലുണ്ടെങ്കിലും അവ പ്രധാനമായും സിന്തറ്റിക് മയക്കുമരുന്ന് ക്രിസ്റ്റലുകളും MDMAയും ഒക്കെയായി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കൊക്കെയിൻ, ഹാഷിഷ്, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ എന്നിവയ്ക്കൊപ്പം MDMAയും 1ാം സ്ഥാനത്താണ്. ഒരു വർഷത്തിനുള്ളിൽ MDMAയുടെ വിൽപ്പന മാത്രം 65% വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മയക്കുമരുന്ന്, പ്രത്യേകിച്ച് MDMA, മെത്ത്, വകഭേദങ്ങൾ എന്നിവ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് കൂടുതലും ബംഗളൂരുവിൽ നിന്നാണ്. ചെന്നൈ മറ്റൊരു കേന്ദ്രമാണ്. ഈ വർഷം 2025 ആദ്യ മാസത്തിൽ കേരളത്തിൽ ഏകദേശം 2000 NDPS കേസുകൾ കണ്ടുപിടിക്കപ്പെട്ടു. 2024 രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 24,517 കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 87,101 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 93,599 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിന്റെ ഹബ്ബ് കൊച്ചി തന്നെ. രാസലഹരി കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഗോവയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ്. ഒറീസയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എത്തുന്നത് കഞ്ചാവും. കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നവർ, വിദ്യാർത്ഥികളും പ്രണയിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിപ്പോകുന്നവരും ചതിയിൽ അകപ്പെടുന്നവരും പണത്തിനായി പോകുന്നവരും എല്ലാം ലഹരിയുടെ വാഹകരാകുന്നുണ്ട്. കൊച്ചിയാണ് കേരളത്തിൽ രാസലഹരിയുടെ കേന്ദ്രം. പാലാരിവട്ടം, കളമശ്ശേരി, അമ്പലമേട്, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിൽ വ്യാപകമായി ഇവ ലഭിക്കും. നാട്ടിൻപുറങ്ങളിൽ കഞ്ചാവ് തുടങ്ങി MDMA വരെ കിട്ടാറുണ്ട്. റൂറൽ ഏരിയകളിൽ മദ്യവും കഞ്ചാവുമാണ് കൂടുതൽ ലഭിക്കുന്നത്. മയക്കുമരുന്ന് വ്യാപനത്തിന് പിന്നിൽ വലിയ ലോബിയാണുള്ളത്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വളരെ വലുതാണ്. 50,000 രൂപയുടെ കഞ്ചാവ് എടുത്തുകൊണ്ടുവന്ന് വിൽക്കുന്നയാൾക്ക് കിട്ടുന്ന ലാഭം 2.5 ലക്ഷം രൂപയ്ക്കും അടുത്താണ്. ഇതിന് മാർക്കറ്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനായി കോക്കസും കച്ചവടക്കാരുമുണ്ട്. സിറ്റിക്കകത്തും പുറത്തുമായി കച്ചവടം നടത്തുന്നവരിൽ പുരുഷന്മാർക്കൊപ്പം തന്നെയാണ് സ്ത്രീകളും. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന കടകളിൽ ഭൂരിഭാഗം കടകളും ലഹരിയുടെ കേന്ദ്രങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.